ഹായ് കൂട്ടുകാരെ, ഡുഡുസ്റ്റേറിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ആട്ടുംകുട്ടിന്റെ കഥ കേട്ടാലോ? ഒരാട്ടിടയന് ഒത്തിരി ആടുകൾ ഉണ്ടായിരുന്നു. അയാൾ ആടുകളെയും കൂട്ടി കാടിനടുത്തുള്ള ഒരു പുൽത്തകിടിയിൽ ദിവസവും പുല്ലുമേയ്ക്കാൻ ആടുകളെ കൊണ്ടുപോകുമായിരുന്നു. എല്ലാ ആടുകളുടെയും കഴുത്തിൽ മണി കെട്ടിയിട്ടുണ്ടായിരുന്നു. ഹായ്, ഇവിടെ നല്ല സ്വാദുള്ള പുല്ലുണ്ട്. കുറച്ചും കൂടി ഉള്ളിലോട്ട് ചെല്ലാം. ചിലപ്പോ ഇനിയും നല്ല രുചിയുള്ള പുല്ലുണ്ടായിരിക്കും. ആ ആട്ടിൻകുട്ടി അറിയാതെ കാടിനുള്ളിലേക്കായിപ്പോയി. ഇന്നത്തേക്കുള്ള എന്റെ ഇര എത്തിക്കഴിഞ്ഞു. ഇവനെ എത്രയും പെട്ടെന്ന് തിന്നണം. കാടിനുള്ളിൽ കടുവയുണ്ടെന്നറിയാതെ പുല്ലുമേഞ്ഞ് ആട്ടിൻകുട്ടി കാടിന്റെ ഉള്ളിലേക്ക് പോയി. പെട്ടെന്ന് തന്റെ മുന്നിൽ വന്ന കടുവയെ കണ്ട് ആട്ടിൻകുട്ടി ഞെട്ടി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ആട്ടിൻകുട്ടി ഓടാൻ തുടങ്ങി. വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ആട്ടിൻകുട്ടിക്ക് ഒരു ബുദ്ധി തോന്നി. പെട്ടെന്ന് അവൻ ഓട്ടം നിർത്തി പുലിക്ക് നേരെ തിരിഞ്ഞു. അത് കണ്ട് പുലി ഞെട്ടി. അവൻ പുലിയോട് പറഞ്ഞു, ഞാനിപ്പോൾ വയറു നിറയെ പുല്ല് കഴിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ തിന്നാൻ ഒട്ടും രുചിയുണ്ടാകില്ല. കുറച്ചു നേരം നീ കാത്തിരിക്കുകയാണെങ്കിൽ എന്റെ പുല്ലെല്ലാം ദഹിക്കും. അപ്പോൾ രുചികരമായി നിനക്കെന്നെ ഭക്ഷിക്കാം. അത് കേട്ട് മണ്ടനായ കടുവ അവിടെ ക്ഷമയോടെ കാത്തിരുന്നു. കഴിച്ച പുല്ലുകൾ വേഗത്തിൽ ദഹിക്കാൻ ഞാൻ കുറച്ച് ഡാൻസ് കളിക്കാം. മണ്ടനായ കടുവ അതും വിശ്വസിച്ചു. ഡാൻസ് കളിക്കുന്നതിനിടയിൽ ആട്ടിൻകുട്ടിക്ക് മറ്റൊരു ബുദ്ധി തോന്നി. കടുവച്ചാരെ, എന്നെ തിന്നുമ്പോ എന്റെ കഴുത്തിൽ കെട്ടിരിക്കുന്ന ഈ മണി നിനക്കൊരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഈ മണി നീ അടിച്ചെടുത്ത് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാമോ? അപ്പോ ഞാൻ ആ ശബ്ദത്തിൽ ഡാൻസ് ചെയ്യുകയും ചെയ്യാം. മണ്ടനായ കടുവ ആ മണി അഴിച്ച് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ദൂരെ നിന്ന് ആട്ടിടയൻ ആ മണിയൊച്ച കേട്ടു. അയാൾക്ക് മനസ്സിലായി തന്റെ ആട് എന്തോ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന്. ആട്ടിടയൻ ഉടനെ തന്നെ തന്റെ കയ്യിലുള്ള അമ്പും വില്ലും എടുത്ത് കടുവയ്ക്ക് നേരെ പാഞ്ഞു. അത് കണ്ട് കടുവ പേടിച്ചു ഓടാൻ തുടങ്ങി. അയ്യോ, എന്നെ കൊല്ലണ്ടേ, അയ്യോ! അങ്ങനെ ആട്ടിൻകുട്ടിയെ കടുവയിൽ നിന്നും ആട്ടിടയൻ രക്ഷിച്ചു. അപകടത്തിൽപ്പെട്ടപ്പോൾ ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെട്ട ആട്ടിൻകുട്ടിയെ ആട്ടിടയന് ഒത്തിരി ഇഷ്ടമായി. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ശക്തിയല്ല, ബുദ്ധിയാണ് പ്രധാനം. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ. ലൈക്ക്